ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് 5 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ യു വന്ന് എന്ത് ചെയ്യുന്നതാണ്, സീലിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാണ് ആ സിഇയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് യു വന്ന് നമ്മുടെ സീലിയെ ഒരു പാർക്കിൽ കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ്, നീ എന്ത് പരിപാടി കാണിച്ചതെന്ന്. അപ്പോൾ സിലി പറയുകയാണ്, നീ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, എൻ്റെ ലൈഫല്ലേ, ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ അതൊക്കെ സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? നീ ഇത്രയും കാലം എന്നെ പറ്റിക്കുമല്ലായിരുന്നോ? നിനക്ക് അപ്പോഴേ ആ ഇഷ്ടമായില്ലായിരുന്നെങ്കിൽ അത് ഇഷ്ടമായില്ലെന്ന് ആദ്യമേ പറഞ്ഞുവിടായിരുന്നു, ഞാൻ എൻ്റെ വഴി നോക്കത്തില്ലായിരുന്നു, എന്നെ ഇത്രയും കുരങ്ങ് കളിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സംസാരിക്കേണ്ടതെന്നൊക്കെ യുവിൻ്റെ അടുത്ത് സിലി പറയുവാണ്. അപ്പോൾ യുവിന് ഇതെല്ലാം കേട്ടിട്ട് മടുത്തിട്ട് അവൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവൻ്റെ കാറിൽ ചെന്നിട്ട് ഒരു സംഭവം എടുത്തുകൊണ്ട് വരും ഇവരുടെ കമ്പനിയിൽ. സംഭവം വേറെ ഒന്നുമല്ല, യു വന്ന് ആ കമ്പനിയുടെ പ്രപ്പോസലാണ് റിജക്റ്റ് ചെയ്തത്. ഹീറോയിൻ്റെ നമ്മുടെ സീലിയുടെ പ്രോജക്റ്റ് വന്ന് യുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യു പറയുവാണ്, ഇത് കണ്ടില്ലേ, എൻ്റെ കമ്പനിയിൽ നിന്ന് നിനക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിന് സെറ്റാക്കാനുള്ള ഇതാണ്, അല്ലാതെ നിന്നെ ഇതൊന്നും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, നിൻ്റെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുവാണ്. പക്ഷേ സിലി വിചാരിക്കുന്നത് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കള്ളം പറയാമെന്ന് പറഞ്ഞിട്ട് സിലി ഇത് സമ്മതിക്കത്തില്ല. അപ്പോൾ എടുത്തോണ്ട് യു പറയുവാണ്, ഞാൻ ആ കമ്പനി റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സിഇഒ മുതലാളി ബോസ് വന്ന് ഞാൻ എന്നാൾ പറഞ്ഞില്ലായിരുന്നോ, അയാൾ കടം കയറി നിൽക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഇവരുടെ എല്ലാ പൈസയും കൊണ്ട് മുങ്ങാളെ പരിപാടിയാണെന്നൊക്കെ സിലിയുടെ അടുത്ത് യു പറയും. പക്ഷെ അപ്പോഴും സിലി വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് കറക്റ്റ് സിലിക്ക് ഒരു കോള് വരുവാണ്. ആ കോളിൽ ഇവളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആൾ തന്നെ വിളിക്കുന്നത്. ആൾ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ സിഇഒ വന്ന് ബോസ് വന്ന് ഇവരുടെ പൈസ എല്ലാം എടുത്ത്, ഇവർക്ക് സാലറി വരെ കൊടുക്കേണ്ട പൈസ എല്ലാം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയെന്ന് പറയണം. അപ്പോൾ സിലി ആകെ ടെൻഷനായിട്ട് യുവിനെയും കൂട്ടിയിട്ട് നേരെ ആ ഓഫീസിൽ ചെല്ലുവാണ്. അവിടെ അവരുടെ ഓഫീസ് ബിൽഡിങ്ങിൽ ചെല്ലുമ്പോൾ ഒറ്റ മനുഷ്യന്മാരില്ല, എല്ലാവരും അവരുടെ സാധനം എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലിയുടെ സാധനങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെയുള്ള ആ ഫോട്ടോ എല്ലാം ഉണ്ട്. അപ്പോൾ സിലി ആണെങ്കിൽ ഭയങ്കര സാഡ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് 3 മാസം സാലറി കൊടുക്കേണ്ട, അതുപോലെ അവൾക്ക് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് യു പിന്നെയും പറയുവാണ്, ഞാൻ പറഞ്ഞില്ലേന്ന്. അപ്പോൾ സിലി പറയാണ്, സോറി, ഞാൻ നിന്നെ അത്രയും പറയരുതായിരുന്നു, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത്രയും പറഞ്ഞ് സോറി എന്നൊക്കെ പറയണം. അപ്പോൾ യു പിന്നെയും പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കമ്പനി വന്ന് ജോയിൻ ചെയ്യേ, ഈ പ്രോജക്റ്റ് ടേക്ക് ഓവർ ചെയ്യ്, നീ ഇൻഡിവിജ്വലായിട്ട് ചെയ്യും, ഒരു കമ്പനിയുടെ ബേസിസിൽ നിന്ന് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ സിലി പറയും, ഇല്ല, ഞാൻ എന്തുവരും നിങ്ങളുടെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ എനിക്ക് എന്തുവായാലും ജോലിയൊക്കെ തപ്പിയെടുക്കാൻ പറ്റും, ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ജോലി ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു പറയുന്നൊന്നും കേൾക്കാതെ സിലി അവിടെ നിന്ന് പോവാണ്. പിറ്റേന്ന് രാവിലെ കാണിക്കുവാണ്, നമ്മുടെ സിലി ആണെങ്കിൽ രാവിലെ എണീറ്റിട്ട് കുഞ്ഞിപ്പെണ്ണിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ വിളിച്ച് എണീപ്പിക്കും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പറയുന്ന, അമ്മ എനിക്ക് വയ്യ, ഇച്ചിരി നേരം ഞാൻ കിടന്നോണ്ടെന്ന് പറയുമ്പോൾ സിലി പറയും, മോളെ ഇന്ന് നമ്മൾ കിൻഡർഗാർട്ടനിൽ ലേറ്റ് ആവത്തില്ലയോ, അതുകൊണ്ട് മോള് വേഗം റെഡിയാവും, അമ്മ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ റെഡിയാക്കുവാണ്. ഇതേ സമയം കാണിക്കുവാണ്, നമ്മുടെ ഗ്രാൻഡ് പെക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ യു വന്ന് എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഗ്രാൻഡ് പേ കൊണ്ടുവന്നേക്കുവാണ്. നമ്മുടെ സിലി ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ എല്ലാം റെഡിയാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടിയാണ് കിൻഡർഗാർട്ടനിൽ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് സിലി വന്ന് പറയുവാണ്, മോളെ ഇന്ന് ഞാൻ എന്തുമായാലും ലേറ്റ് ആവത്തില്ല, എന്ത് ജോലി ഉണ്ടെങ്കിലും എൻ്റെ മോളെ പിക്കപ്പ് ചെയ്യാൻ ഞാൻ വെരി ഹാപ്പി ആയിട്ട് പോകാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ട് മയങ്ങി വീഴുവാണ്. അപ്പോൾ സിലി ആകെ ടെൻഷനാവുക കേട്ടോ. എന്നിട്ട് അവളെ എടുത്തുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര പടപടപ്പായിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ബ്രെയിൻ ട്യൂമർ ഉണ്ട്. 1 വയസ്സായപ്പോഴേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ബ്രെയിൻ ട്യൂമർ ബാധിച്ചതാണ്. അപ്പോൾ അതാണ് ഇത്രയും കാലം അതിൻ്റെ മരുന്നാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്നും നമ്മുടെ സിലി വന്ന് കുഞ്ഞിപ്പെണ്ണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ പറയുവാണ്, നമ്മുടെ സിലിയുടെ അടുത്ത് കാണാൻ വരാൻ പറയുകയാണ്. ചെന്ന് സംസാരിക്കുന്ന സമയത്ത് സിലിയുടെ അടുത്ത് ഡോക്ടർ പറയുവാണ്, വേറെ വഴിയൊന്നുമില്ല, ഇനി പിൽസൊന്നും മരുന്നൊന്നും എടുത്തിട്ട് കാര്യമില്ല, സർജറി ചെയ്തേ പറ്റൂ. പിന്നത്തെ കാര്യം വെച്ചാൽ ഇവൾ ഇത്രയും ചെറുതല്ലേ, 5 വയസ്സല്ലേ ഉള്ളൂ ആ കുഞ്ഞിന്, അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് പിടിച്ചാണ്, സാധാരണ ഡോക്ടേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഷ്യൂ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറുണ്ട്, അയാൾ വിചാരിച്ചാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഹീറോയും വേഗം ചെന്നിട്ട് ആ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവരുടെ ഇങ്ങോട്ട് വിളിച്ചു നോക്കുന്ന സമയത്ത് പറയുവാണ്, അടുത്ത 6 മാസത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ് മൊത്തം ഫില്ലായിരിക്കുവാണ്, അതുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് പോലും ഒരു രീതിക്കും കിട്ടത്തില്ല. അപ്പോൾ എത്ര പൈസ തരാമെന്ന് പറഞ്ഞിട്ടും അവരത് കേൾക്കാതെ ഫോൺ വയ്ക്കുവാണ്. ഇങ്ങനെ സിലി ഒന്ന് ടെൻഷനായി നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് യു വന്ന് പിന്നീട് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഗ്രാൻഡ് പേ ചെക്കപ്പിന് വേണ്ടി യു ആണല്ലോ കൊണ്ടുവന്നത്, അതുകൊണ്ട് അവനും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞിട്ട് നമ്മുടെ സിലി ആണെങ്കിൽ സങ്കടം അത്രയും കടിച്ചമർത്തിക്കൊണ്ട് നിന്നേ കേട്ടോ. പക്ഷെ നമ്മുടെ യുവിനെ കണ്ട ഉടനെ അവൾക്ക് ആ സങ്കടം അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൾ കരഞ്ഞ് നമ്മുടെ യുവിനെ ഹഗ് ചെയ്തുകൊണ്ട് അവൾ കരഞ്ഞ് അവളുടെ സങ്കടം എല്ലാം കാണിക്കണം. ആ സമയത്താണ് യു ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ യുവിൻ്റെ അടുത്തോട്ട് സിലി പറയാണ്. ഇതെല്ലാം പക്ഷെ ആര് കാണുന്നുണ്ട്, നമ്മുടെ ഗ്രാൻഡ് പേ ഇതെല്ലാം വന്ന് ആരോട് കോൾ ചെയ്ത് പുറത്തിരുമ്പോൾ ഗ്രാൻഡ് പേ ഇതെല്ലാം കാണുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലി ചെന്നിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഒരു ഇത് ഓക്കെ ആയിട്ട് എണീറ്റിരിക്കുന്ന സമയത്ത് കാണാൻ പോകുന്ന സമയത്ത് അവിടെ വന്നിട്ട് പറയുവാണ്, ഡോക്ടറോ നേഴ്സ് അങ്ങാണ്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ മെഡിക്കലിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്, പോയി പേ ചെയ്യാൻ പറയുകയാണ്. അതാണെങ്കിൽ അത് ഇച്ചിരി വലിയ ഹോസ്പിറ്റലാണ്, ഭയങ്കര കൊടൂരമായിട്ടുള്ള ബില്ലാണ്, അത്രയും എമൗണ്ടാണ് വന്നത്. പക്ഷേ നമ്മുടെ സിലിയുടെ കയ്യിൽ അത്ര എമൗണ്ട് ഇല്ല. അപ്പം നമ്മുടെ സിലി ഇരുന്നിട്ട് അവളുടെ ഫാമിലി മെമ്പേഴ്സിനെയും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാം വിളിച്ചു നോക്കും. പക്ഷെ ഒരാൾ പോലും അവളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ആരും തയ്യാറാവുന്നില്ല. എന്തെങ്കിലും തൊടുന്യായം പറഞ്ഞിട്ട് എല്ലാവരും ഫോൺ വെച്ചിട്ട് പോകണം. അപ്പോൾ നമ്മുടെ സിലിക്ക് ഇനി വേറെ വഴിയില്ല, മോളുടെ എക്സ്പെൻസ് മീൻസ് മെഡിക്കൽ എക്സ്പെൻസ് അടച്ചല്ലേ പറ്റൂ. അതിനുവേണ്ടി അവൾ വിചാരിക്കുവാണ്, ലോണിനൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര പലിശയാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും പിന്നീടായാലും അടച്ചു തീർക്കാമല്ലോ. നമുക്കിപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ജീവനാണല്ലോ. അതുകൊണ്ട് അവൾ ലോണിന് വിളിച്ച് അന്വേഷിച്ചിട്ട് അത് ഓക്കെ പറയാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് എന്താ പറയുന്നത്, അവളുടെ കയ്യിലുള്ള ആ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ബില്ല് വാങ്ങിച്ചിട്ട് പറയുവാണ്, ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് പേ ചെയ്യുവാണ്. അപ്പോൾ അത് പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിലി പറയണം, ഓക്കെ ഞാൻ വന്ന് ഇത് ഫുള്ള് ഞാൻ അടച്ച് തീർത്തോളാം, നിനക്ക് എന്തായാലും ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ നമ്മുടെ പറയണം, നീ ജസ്റ്റ് എന്തോ പ്രോജക്റ്റിൻ്റെ അഡ്വാൻസ് ആയിട്ട് കണ്ടോ എന്ന് പറയുവാണ്, നീ ഇതിൻ്റെ തിരിച്ചൊന്നും തരേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിരിക്കാം. ആ സമയത്ത് ഗ്രാൻഡ് പേ ഇവരെ വിളിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് യുവും സിലിയും കൂടി അങ്ങ് ചെല്ലുവാണ്. യുവും സിലിയും അങ്ങ് ചെല്ലുന്ന സമയത്ത് ഗ്രാൻഡ് പേ പറയുവാണ്, എന്താണ് എനിക്ക് എന്താണ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക സിലി എല്ലാ കാര്യം പറയും. ഒരു വയസ്സ് തൊട്ട് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നും ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഈ ഷ്യൂ എന്ന് പറയുന്ന ആ ഡോക്ടർ വിചാരിച്ചാൽ നടക്കുന്നുള്ള കാര്യമെല്ലാം നമ്മുടെ എന്താ പറയുക സിലി വന്ന് ഗ്രാൻഡ് പേയുടെ അടുത്ത് പറയാം. അപ്പോൾ ഗ്രാൻഡ് പേക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന അസുഖം തന്നെയാണ് ഗ്രാൻഡ് പേക്കും. അപ്പോൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുന്നത് യു വന്ന് ഗ്രാൻഡ് പേക്ക് ഓൾറെഡി ഒരു അപ്പോയിൻമെൻറ്റ് കൺഫേം ചെയ്യുന്നുണ്ട് ഈ ഷ്യൂ എന്ന് പറയുന്ന ഡോക്ടറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഗ്രാൻഡ് പേ പറയുവാണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പറയുവാണ്, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് എന്താണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറയുവാണ്. ഞാൻ ഇനി കൂടിപ്പോയ 6 മാസം, ഇനിയിപ്പോൾ ചെയ്താലും ചെയ്തില്ല, ഇനി ചെയ്താൽ തന്നെ അതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റോട് കൂടി എനിക്ക് വല്ല അനസ്തേഷ്യൊക്കെ തരുന്നതിൻ്റെ എഫക്റ്റോട് കൂടി എനിക്ക് വല്ല ഇതും അൽഷിമേഷ്യസും വരും, പിന്നെ നിങ്ങളെന്ന് എനിക്ക് ഓർമ്മ കാണത്തില്ലോ, അതിനും ഏത് 6 മാസത്തിനകം ഞാൻ മരിച്ചു പോകുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ സിരിക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നു കേട്ടോ. പക്ഷെ അവൾ അതൊന്നും പുറത്ത് അവൾ അതെല്ലാം കരഞ്ഞ് കാണിക്കുന്നെങ്കിലും ഗ്രാൻഡ് അവസാനം ഇവർ രണ്ടുപേരും നിർബന്ധിച്ച് ആ കാര്യത്തിന് ഓക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് യുവും സിലിയും പുറത്ത് നിന്നിരിക്കുന്ന സമയത്ത് സിലി പറയുവാണ്, ഒന്നും കൂടി ആലോചിച്ച് നോക്കൂ യു, ഈ കാര്യം വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പോയിൻമെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം വേണോ, ഞാൻ എങ്ങനെയെങ്കിലും നോക്കാം, ഗ്രാൻഡ് പേ എന്തായാലും ഗ്രാൻഡ് പേ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയാം. അപ്പോൾ യു പറയാണ്, എന്താ പറയുന്നത്, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ ഒരു ഇത് കഴിയത്തില്ല സർജറി, അപ്പോഴേക്കും ഞാൻ അടുത്ത അപ്പോയിൻമെൻറ്റ് ഞാൻ എങ്ങനെയും പറഞ്ഞ് സെറ്റാക്കിക്കോളാം, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ടെന്ന് സിലിയുടെ അടുത്ത് യു പറയണം. അപ്പോൾ സിലി ഒരുവിധം എന്താ പറയുന്നത്, അവൾ ഇച്ചിരി കാമായിട്ടിരിക്കുവാണ്. അതുപോലെ എന്നിട്ട് വന്ന് സിലിയും യുവും കൂടി കുഞ്ഞിപ്പെണ്ണെ കാണാൻ പോകണം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ ഒരു റൂം പോലെ സംഭവത്തേക്ക് ഇവരുടെ വീട്ടിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയാണ് റൂമിക്കല്ല ഹോസ്പിറ്റലിൽ റൂമിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താ പറയുന്നത്, നമ്മുടെ യു ആണ് നേരെ ചെന്ന് നമ്മുടെ സിലി വന്ന് നോക്കുന്ന സമയത്ത് യു വന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് നോക്കുന്നുണ്ട്, അവളെല്ലാം നല്ലപോലെ നോക്കുന്നുണ്ട്, അവളുമായിട്ട് പറഞ്ഞ് സെറ്റായിട്ടുണ്ട്. അതുപോലെ സിലി അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പറയാണ്, അമ്മ എപ്പോഴും പറയാറില്ലേ മോൺസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. അപ്പോൾ അവൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ സിലി പറഞ്ഞു വെച്ചേക്കുന്നത്, നിനക്ക് എന്താണ് മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ആ മോൺസ്റ്ററാണ് നിന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വിശ്വാസം എന്താണ്, മോൺസ്റ്ററാണ്, അതുകൊണ്ട് അവൾക്ക് ഈ തലകർക്കൊക്കെ വരുന്നതെന്നാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യു ഇത് മനസ്സിലാക്കിയിട്ട് യു പറയുകയാണ്, ഞാനും കൂടെ ചേർന്നിട്ട് നിൻ്റെ ആ മോൺസ്റ്ററിന് ഞാനും കൂടി ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർ നല്ല കട്ട ചങ്കാവുക കേട്ടോ, നമ്മുടെ യുവും അതുപോലെ കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് അതുപോലെ തന്നെ നമ്മുടെ യു വന്ന് നമ്മുടെ സിലി അവിടെ നിന്നുകൊണ്ട് ഈ സമയത്ത് പറയും, എന്താണ് ഇന്ന് നീ പോയി റെസ്റ്റ് എടുത്തോ, നിനക്ക് വയ്യല്ലോ, നീ പോയി റെസ്റ്റ് എടുക്കുക, ഇന്ന് കുഞ്ഞിപ്പെണ്ണ് ഞാൻ ഉറക്കിക്കോളാം, എന്നുവെച്ചാൽ കുട്ടിച്ചേർക്കാൻ ഞാൻ ഇന്നും ഉറക്കുന്നതുകൊണ്ട് എനിക്കതൊക്കെ അറിയാം, ഞാൻ ഉറക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സിലി വന്ന് സമാധാനത്തോടെ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അവൾ പോയിട്ട് മുഖമൊക്കെ കഴുകുന്ന സമയത്ത് അവളിങ്ങനെ ചിന്തിക്കുവാണ്, ആദ്യം തൊട്ട് ഇതുവരെ നമ്മുടെ എന്താ പറയുന്നത് യു ഇവൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വന്ന് സിലി ആലോചിക്കുവാണ്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ നോക്കാമെന്ന് പറഞ്ഞാണെങ്കിൽ ശരി, അന്ന് ഫസ്റ്റ് ഡിന്നറിന് വിളിച്ച സമയത്ത് അവൻ കുഞ്ഞിപ്പെണ്ണിനോട് നല്ല കെയറിങ്ങിലായിരിക്കും പെരുമാറിയത്. ഇപ്പോഴാണെങ്കിലും അവൾ ഓർക്കുന്ന കാര്യമാണെങ്കിലും ഒരു സ്വന്തം അച്ഛൻ എങ്ങനെ പെരുമാറുന്നു അതേപോലെയാണ് യു പെരുമാറുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക സിലി തീരുമാനിക്കുവാണ്, നമ്മുടെ യു ചോദിച്ച പോലെ മാരേജിനെ ആക്സെപ്റ്റ് ചെയ്യാമെന്ന്. എന്നിട്ട് നേരെ ഇവള് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയത് കണ്ടതിന് ശേഷം യുവിന് മെസ്സേജ് ഇടുവാണ്, നീ സ്റ്റെയറിൻ്റെ കീഴേ വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. എന്നിട്ട് നമ്മുടെ സിലി വന്ന് തലയിൽ ഒരു മറ്റേ ഗൗൺ പോലെ ഗൗണിനൊക്കെ തലയിലൊരു നെറ്റ് പോലെ ഇടത്തില്ലേ, അതെല്ലാം ഇട്ടിട്ട് ഒരു ബൊക്കെ പിടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ വരുന്ന സമയത്ത്
മറ്റേത് ആരെ പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ യു അല്ല പ്രപ്പോസ് ചെയ്തത്. ഈ സമയത്ത് സിലി നമ്മുടെ യുവിനെ പ്രപ്പോസ് ചെയ്യുവാണ്. ഞാൻ നിൻ്റെ വൈഫ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഞാൻ കുട്ടിച്ചെറുക്കൻ്റെ അമ്മ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് പേയിലോ കൊച്ചുമോൻ്റെ ഭാര്യ ആയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുന്നത്, നമ്മുടെ സിലി വന്ന് നമ്മുടെ യുവിനെ പ്രപ്പോസ് ചെയ്യുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.